നമുക്ക് ഈ സെൻറ്റൻസുകൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കിയാലോ? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്നിവ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യാനായിട്ട്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആക്ഷൻ ചെയ്യുന്നതോ ആ സെൻറ്റൻസിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതാരോ അതാണ് സബ്ജക്റ്റ്. വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നതാണ്, സ്റ്റേറ്റസ് പറയുന്നതാണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആ വെർബിന്റെ ആക്ഷന്റെ ഫലം അനുഭവിക്കുന്ന ആളോ അല്ലെങ്കിൽ ആ വെർബ് കൊണ്ട് വ്യത്യാസം ഉണ്ടാകുന്ന ആളോ ആണ്. സോ ഇവിടെ നമ്മൾ ആദ്യം എഴുതേണ്ട സബ്ജക്റ്റ് ആണ്, രണ്ടാമത് വെർബ്, മൂന്നാമത് ഒബ്ജക്റ്റ്. ഇവിടെ നോക്കിയാൽ അവർ സുഹൃത്തുക്കളാണെന്നുള്ളതിന് അവർ എന്നുള്ളതിന് ദേ എന്നുള്ളതാണ് നമ്മൾ എഴുതി. പിന്നെയുള്ളത് ആള് എന്നുള്ളതാണ് വെർബായിട്ട് വരാം. സോ ദേയുടെ കൂടെ ആറാണ് ഉപയോഗിക്കുക. പിന്നെയുള്ളത് ഒബ്ജക്റ്റ് സുഹൃത്തുക്കളാണ്. സോ ദേ ആർ ഫ്രണ്ട്സ്. ദേ ആർ ഫ്രണ്ട്സ് നമ്മൾ എഴുതി. രണ്ടാമത് ഞാൻ സന്തോഷവാനാണ്, ഞാൻ ഐ എഴുതി. വീണ്ടും ആണ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഐയുടെ കൂടെ ആമാണ് വരെ വെർബായിട്ട്. സോ ഐ ആം സന്തോഷവാനെന്ന് പറയുന്നത് ഹാപ്പി എന്നാണ്, നിങ്ങൾക്ക് അറിയാം. സോ ഐ ആം ഹാപ്പി നമ്മൾ എഴുതി. അടുത്തത് അവൾ അവന്റെ അമ്മയാണ്. സോ അവൾ എന്നുള്ളതിന് ഷീ എന്നുള്ള വേർഡാണ് ഉപയോഗിക്കുക. അടുത്ത് ആണെന്ന് വീണ്ടും വന്നു. സോ ഷീ ഈസ്. ഇനി അവന്റെ അമ്മ എന്നുള്ളതിന് ഹിസ് മദർ. ഹിസ് മദർ. ഷീ ഈസ് ഹിസ് മദർ. അടുത്തത് നമുക്ക് എനിക്ക് ഒരു പേനയാണ്. സോ എനിക്ക് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഐ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. സോ എനിക്ക് വേണം. വേണം എന്നുള്ളതിന് നീഡ് എന്നുള്ള വേർഡാണ് നമ്മൾ ഉപയോഗിക്കുക. സോ ഐ നീഡ് ഒരു പേന, എ പെൻ. ഐ നീഡ് എ പെൻ. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക. ഓക്സിലറി വെർബുകൾ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇത് കാണാം. ഇത് കൃത്യമായിട്ട് മനസ്സിലാകാത്തവർ അതൊന്ന് കയറി കണ്ടാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഞാൻ ലിങ്ക് താഴെ ഇട്ടേക്കാം.